ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും PSC മാസ്റ്റർ ബ്ലാസ്റ്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്വദേശി മൂവ്മെന്റിനെ പറ്റിയും അതുപോലെ സോഷ്യൽ റിഫോം മൂവ്മെന്റിനെ പറ്റിയുമാണ്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം ഏതാണത്? നമുക്കറിയാം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ഒരുപാട് മഹത് വ്യക്തികളെ സംഭാവന ചെയ്ത സ്ഥലമാണത്. അതേതാണ്? ബംഗാൾ. ഓപ്ഷൻ ബി ബംഗാളാണ് കറക്റ്റ് ആൻസർ. ശിശിർ കുമാർ ഘോഷ്, ആനന്ദ് മോഹൻ ബോസ്, അതുപോലെ തന്നെ ദ്വാരകനാഥ് ടാഗോർ, അങ്ങനെ ഒരുപാട് പേരെ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന് സംഭാവന ചെയ്ത ഒരു സ്ഥലമാണ് ബംഗാൾ. അതുപോലെ നമ്മുടെ എല്ലാ സോഷ്യൽ റിഫോം മൂവ്മെന്റുകളാണെങ്കിലും തുടക്കം കുറിച്ചത് ബംഗാളിൽ നിന്നാണ്. അപ്പം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം വേറെ ഒന്നും ആലോചിക്കേണ്ട, അത് ബംഗാളാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ് ആരാണ്? കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ്. അപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഏത് വർഷമാണ് ബംഗാൾ വിഭജനം നടന്നത്? ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16 ആണെങ്കിലും അത് പാസ്സായത് 1905 ജൂലൈ മാസം 20 ഈ രണ്ട് ഡേറ്റും ഓർത്തിരിക്കണം. ചോദ്യം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കണം. അതായത് ബംഗാൾ വിഭജനം നടപ്പിലാക്കാൻ തീരുമാനിച്ചത് 1905 ജൂലൈ 20 അത് നടപ്പിലാക്കപ്പെട്ടത് 1905 ഒക്ടോബർ 16 ഇത് നടപ്പിലാക്കപ്പെട്ട തീയതി. പിന്നെ PSC ചോദിക്കുന്ന ചോദ്യം, ബംഗാൾ വിഭജനം നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയ് ആരാണെന്നാണ്. അത് മിന്റോ രണ്ടാമനാണ്. നമ്മുടെ മിന്റോ മോർലി റിഫോം ഒക്കെ ഇല്ലേ, ആ മിന്റോ തന്നെ. മിന്റോ സെക്കൻഡ് ആണ് ബംഗാൾ വിഭജനം നടക്കുന്ന സമയത്ത് വൈസ്രോയ്. ഇനി അടുത്ത ചോദ്യം, ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷമാണ്. അത് 1911 ബംഗാൾ വിഭജനം റദ്ദാക്കുന്നത്. ലോർഡ് ഹെർഡിഞ്ചെയാണ് ബംഗാൾ വിഭജനം റദ്ദാക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യം ഓർത്തിരിക്കണം? 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നടപ്പിലായത്. അത് അന്നത്തെ ദിവസം വിലാപ ദിനമായി ആചരിക്കുകയാണ്. 1905 ജൂലൈ 20 അത് നടപ്പിലാക്കാൻ തീരുമാനിക്കപ്പെട്ടത്. അത് നടപ്പിലാക്കുന്ന സമയത്തെ ഇന്ത്യയുടെ വൈസ്രോയ് എന്ന് പറയുന്നത് മിന്റോ പ്രഭുവാണ്. ബംഗാൾ വിഭജനം റദ്ദാക്കപ്പെട്ടത് 1911 അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയ് ലോർഡ് ഹെർഡിഞ്ചെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഈ വാക്കുകൾ ആരുടേതാണ്? ആരാണ് ഈ വാക്കുകൾ പറഞ്ഞത്? ബാലഗംഗാധര തിലകനാണ് ഈ വാക്കുകൾ പറഞ്ഞത്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ബാലഗംഗാധര തിലകനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന ഗ്രന്ഥം എഴുതിയ ചരിത്രകാരൻ ആരാണത്? അത് വാലന്റൈൻ ഷിറോൾ ആണ്. ബാലഗംഗാധര തിലകനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് എഴുതിയത് വാലന്റൈൻ ഷിറോൾ ആണ്. ഓക്കെ, തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവ് കൂടിയായ ബാലഗംഗാധര തിലകന് ഈ പറയുന്ന വിശേഷണങ്ങൾ കൂടി ബാക്കിയായുണ്ട്. അതും നമ്മൾ പഠിച്ചിരിക്കണം. ഇതിൽ ഏത് വേണമെങ്കിലും PSC ചോദിക്കാം. ഏതൊക്കെയാണത്? അവിഭക്ത ഇന്ത്യയുടെ പിതാവ്, മറാത്ത കേസരി, ലോകമാന്യ, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജാവ്. അപ്പോൾ ബാലഗംഗാധര തിലകന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? അവിഭക്ത ഇന്ത്യയുടെ പിതാവ്, മറാത്ത കേസരി, ലോകമാന്യ, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജാവ്. നിങ്ങൾക്ക് ഈ ലോകമാന്യയും ലോകഹിതവാദിയും തമ്മിൽ മാറിപ്പോരുത്. ലോകഹിതവാദി എന്നറിയപ്പെടുന്നത് ഗോപാൽ ഹരി ദേശ്മുഖ് ആണ്. അത് ഗോപാൽ ഹരി ദേശ്മുഖ്. ഏതാണ്? ലോകഹിതവാദി. ഇത് ലോകമാന്യാണ്. ലോകമാന്യ ബാലഗംഗാധര തിലക്, ലോകഹിതവാദി ഗോപാൽ ഹരി ദേശ്മുഖ്. അത് നമ്മൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് അത് മാറിപ്പോരുത്. ലോകമാന്യ ബാലഗംഗാധര തിലകും ലോകഹിതവാദി ഗോപാൽ ഹരി ദേശ്മുഖുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത്. ഒരുപാട് വിശേഷണങ്ങൾക്ക് പാത്രമായ ഒരു മനുഷ്യനാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അദ്ദേഹം ഒരു മിതവാദിയായിരുന്നു. മിതവാദി ഗ്രൂപ്പിൽ പെട്ട ആളാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. നമ്മൾ നേരത്തെ പഠിച്ച ബാലഗംഗാധര തിലകൻ തീവ്രവാദി ഗ്രൂപ്പിന്റെ നേതാവായിരുന്നെങ്കിൽ മിതവാദി ഗ്രൂപ്പിന്റെ നേതാവാണ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്ന് മാത്രമല്ല, ഈ പറയുന്ന വിശേഷണങ്ങൾ കൂടി അദ്ദേഹത്തിനുണ്ട്. ഗാന്ധിജി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും പൂർണ്ണനായ മനുഷ്യൻ എന്നാണ്. രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും പൂർണ്ണനായ മനുഷ്യൻ. അതുപോലെ ഗാന്ധിജി ഗംഗയെ പോലെ എന്ന് വിശേഷിപ്പിച്ചതും ഗോപാലകൃഷ്ണ ഗോഖലെയെ കുറിച്ചാണ്. എന്തൊക്കെയാണ് ഗാന്ധിജി അദ്ദേഹത്തെ കുറിച്ച് വിശേഷിപ്പിച്ചത്? രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും പൂർണ്ണനായ മനുഷ്യൻ, ഗംഗയെ പോലെ. പിന്നെ വേറെ വളരെ ഇമ്പോർട്ടന്റ് ആയി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഗാന്ധിജി, മുഹമ്മദ് അലി ജിന്ന, സരോജിനി നായിഡു, ഈ 3 പേരുടെയും രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ആരുടെയൊക്കെ? ഗാന്ധിജി, മുഹമ്മദ് അലി ജിന്ന,
സരോജിനി നായിഡു. ഈ 3 പേരുടെയും രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അതുപോലെ ബാലഗംഗാധര തിലക്, തീവ്രവാദി ഗ്രൂപ്പിന്റെ നേതാവായ ബാലഗംഗാധര തിലക് ഗോപാലകൃഷ്ണ ഗോഖലെയെ കുറിച്ചുള്ള വിശേഷണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കണം. പറഞ്ഞ വിശേഷണങ്ങൾ: മഹാരാഷ്ട്രയുടെ രത്നം, അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ, ഇന്ത്യയുടെ വജ്രം. ഈ 3 വിശേഷണങ്ങൾ നൽകിയത് ബാലഗംഗാധര തിലകനാണ്. അപ്പൊ PSC ചോദിക്കാം, ഗോപാലകൃഷ്ണ ഗോഖലെ മഹാരാഷ്ട്രയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ഏതാണ്? ബാലഗംഗാധര തിലക്. അല്ലെങ്കിൽ അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെയെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം എന്ത്? ബാലഗംഗാധര തിലകൻ. ഇനി തിരിച്ചും ചോദിക്കാം, ഇന്ത്യയുടെ വജ്രം എന്ന് ബാലഗംഗാധര തിലകൻ ആരെ കുറിച്ചാണ് വിശേഷിപ്പിച്ചത്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പേഴ്സണാലിറ്റിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായി ഓർത്തിരിക്കണം. സ്ഥിരമായി PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഗംഗയെ പോലെ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. കാരണം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അതുപോലെ ജിന്നയുടെയും സരോജിനി നായിഡുവിന്റെയും ഗുരുവാണ്. ഓക്കെ. അതുകൂടാതെ അസാധാരണ മനുഷ്യൻ എന്നാണ് കഴ്സൺ പ്രഭു ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിപ്പിച്ചത്. എന്താണ് അസാധാരണ മനുഷ്യൻ? അസാധാരണ മനുഷ്യൻ എന്ന് അന്നത്തെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അസാധാരണമായ മനുഷ്യൻ. അതുപോലെ വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചതും ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ക്ഷീണഹൃദയനായ മിതവാദി എന്നാണ് തീവ്ര ദേശീയവാദികൾ, അതായത് ബാലഗംഗാധര തിലകൻ ഉൾപ്പെടെയുള്ള തീവ്ര ദേശീയവാദികൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ക്ഷീണഹൃദയനായ മിതവാദി എന്നാണ്. അപ്പോൾ അസാധാരണനായ മനുഷ്യൻ എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിപ്പിച്ച ആരാണ്? അത് ലോർഡ് കഴ്സനാണ്. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച ആരെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ക്ഷീണഹൃദയനായ മിതവാദി എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിപ്പിച്ച ആരാണ്? തീവ്ര ദേശീയവാദികളാണ്. അപ്പോൾ ഇതെല്ലാം ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഗാന്ധിജി, ജിന്ന, സരോജിനി നായിഡു എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവാണ്. രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും പൂർണ്ണനായ മനുഷ്യൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗംഗയെ പോലെ എന്ന് ഗാന്ധി വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇനി ബാലഗംഗാധര തിലകൻ വിശേഷിപ്പിച്ചത് മഹാരാഷ്ട്രയുടെ രത്നം, അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ, ഇന്ത്യയുടെ വജ്രം എന്നാണ്. അസാധാരണ മനുഷ്യൻ എന്നാണ് കഴ്സൺ പറഞ്ഞത്. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്നാണ് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ക്ഷീണഹൃദയനായ മിതവാദി എന്നാണ് തീവ്ര ദേശീയവാദികൾ ഗോപാലകൃഷ്ണ ഗോഖലെയെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ. അപ്പൊ നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. പഞ്ചാബിന്റെ സിംഹം എന്നറിയപ്പെടുന്ന ആരാണ്? അത് ലാലാ ലജ്പത് റായ് ആണ്. പഞ്ചാബ് സിംഹം ലാലാ ലജ്പത് റായ് ആണ്. ഓർത്തിരിക്കണേ, ലാലാ ലജ്പത് റായ് ആണ് പഞ്ചാബ് സിംഹം. 6ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിലെ കോമഗത മാരു സംഭവവുമായി ബന്ധപ്പെട്ട വിപ്ലവ പ്രസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഗദർ പാർട്ടിയാണ്. അപ്പോൾ എന്താണ് ഈ കോമഗത മാരു സംഭവം? കോമഗത മാരു എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് കപ്പലാണ്. അപ്പൊ ഈ ജാപ്പനീസ് കപ്പലിൽ കയറി ഇന്ത്യക്കാർ കുറെ പേര് കാനഡയിലേക്ക് മൈഗ്രേഷൻ നടത്താൻ പോയി. അപ്പൊ കാനഡയിൽ അവരെ തീരത്ത് ഇറക്കാൻ സമ്മതിച്ചില്ല. അവർക്ക് തിരിച്ചു പോരേണ്ടി വന്നു. അങ്ങനെ തിരിച്ചു പോകുന്ന അവർ കൊൽക്കത്ത പോർട്ടിൽ കപ്പലിറങ്ങി. അവർ പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായി. വെടിവെപ്പിൽ 20ഓളം പേര് മരിക്കുകയുണ്ടായി. അതാണ് കോമഗത മാരു സംഭവം. ഈ ഗദർ പാർട്ടി എന്ന് പറയുന്നത് സാൻ ഫ്രാൻസിസ്കോ രൂപപ്പെട്ട, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യക്കാരെ രൂപപ്പെട്ട, അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ രൂപപ്പെട്ട ഒരു പാർട്ടിയാണ്. ഗദർ എന്ന വാക്കിന്റെ അർത്ഥം PSC ചോദിക്കാറുണ്ട്. എന്താണ് ഗദർ എന്ന വാക്കിന്റെ അർത്ഥം? വിപ്ലവം എന്നാണ്. ഖദർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവം എന്നാണ്. ഓർത്തിരിക്കണേ, സ്ഥിരം PSC ചോദിക്കുന്നതാണ്. ഖദർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവം എന്നാണ്. 1913 ഖദർ പാർട്ടി രൂപപ്പെടുന്നത്. അതുപോലെ കോമഗത മാരു ഇൻസിഡന്റ് നടക്കുന്നത് 1915 ഓക്കെ. അപ്പൊ കോമഗത മാരു ഇൻസിഡന്റ് നടക്കുന്നത് 1915 ഖദർ പാർട്ടി രൂപം കൊള്ളുന്നത് 1913 ലാലാ ഹർദയാലാണ് അതിന്റെ സ്ഥാപകൻ. ഖദർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവം എന്നാണ്. ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ്? ഖദർ പാർട്ടി രൂപം കൊണ്ടത് 1913 ഖദർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവമാണ്. അതിന്റെ സ്ഥാപകൻ ലാലാ ഹർദയാലാണ്. ഇനി കോമഗത മാരു എന്ന പേര് ഒരു ജാപ്പനീസ് കപ്പലിന്റെ പേരാണ്. കോമഗത മാരു ഇൻസിഡന്റ് നടന്നത് 1915 അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഖദർ പാർട്ടിയാണ്. രാഷ്ട്രീയ പാർട്ടിയല്ല, വിപ്ലവ പ്രസ്ഥാനം ഖദർ പാർട്ടിയാണ്. ഓക്കെ. അടുത്തത് ഖദർ പാർട്ടിയുടെ നേതാവ് ആരാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞോളൂ, ലാലാ ഹർദയാലാണ് ഖദർ പാർട്ടിയുടെ നേതാവ്. അടുത്തത് സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് ആണ്. 9ാമത്തെ ചോദ്യം മുതൽ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബ്രഹ്മ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മ സമാജത്തിന്റെ സ്ഥാപകൻ. നമുക്കറിയാം, സതി നിർത്തലാക്കാൻ വേണ്ടിയൊക്കെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ ആളാണ് ബ്രഹ്മ സമാജ സ്ഥാപകനായ രാജാറാം മോഹൻ റോയ്. വിഗ്രഹാരാധന എതിർക്കുക, അതുപോലെ ചൈൽഡ് മാരേജിനെ എതിർക്കുക, അങ്ങനെ ഒരുപാട് സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിന് നേതൃത്വം കൊടുത്ത ആൾ കൂടിയാണ് രാജാറാം മോഹൻ റോയ്. അപ്പോൾ ബ്രഹ്മ സമാജത്തിന്റെ സ്ഥാപകൻ കൂടിയാണ് രാജാറാം മോഹൻ റോയ്. അടുത്ത ചോദ്യം,
ഫൗണ്ടർ ഓഫ് ആര്യ സമാജ് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജ സ്ഥാപകൻ. അപ്പൊ ഏത് വർഷമാണ് ആര്യ സമാജം സ്ഥാപിതമായത്? AD 1875 ആര്യ സമാജം സ്ഥാപിതമായത്. ഓക്കെ, ആര്യ സമാജം സ്ഥാപിതമായത് 1875 സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജ സ്ഥാപകൻ. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേരെന്താണ്? അത് മൂൽശങ്കർ എന്നാണ്. മൂൽശങ്കർ. എന്താണ്? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര് മൂൽശങ്കർ എന്നാണ്. മൂൽശങ്കർ. അതുപോലെ ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അപ്പൊ എന്താണ് ഈ ശുദ്ധി പ്രസ്ഥാനം? ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്ത്യൻ മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും കൺവേർട്ട് ചെയ്യപ്പെട്ട് പോയവരെ തിരികെ ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്ത്? ശുദ്ധി പ്രസ്ഥാനം. അപ്പൊ ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചതും ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫൗണ്ടർ ഓഫ് ആര്യ സമാജ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മൂൽശങ്കർ എന്നാണ്. ആര്യ സമാജം സ്ഥാപിതമായത് 1875 അതുപോലെ ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 11ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയുടെ പേരെന്താണ്? എന്താണ്? രാമകൃഷ്ണ മിഷൻ. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യനാണ് സ്വാമി വിവേകാനന്ദൻ. വിവേകാനന്ദന്റെ യഥാർത്ഥ പേര് നമ്മൾ പഠിച്ചിരിക്കണം. നരേന്ദ്രനാഥ് ദത്ത്. അതാണ് വിവേകാനന്ദന്റെ യഥാർത്ഥ പേര്, നരേന്ദ്രനാഥ് ദത്ത്. അപ്പൊ നരേന്ദ്രനാഥ് ദത്ത് എന്നറിയപ്പെടുന്ന സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. വിവേകാനന്ദനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം കേട്ട് പരിചയമുള്ള സംഭവം എന്താണ്? അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ചിക്കാഗോ പ്രസംഗമാണ്. അത് ഏത് വർഷമാണ് നടന്നത്? 1893 അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ചിക്കാഗോ പ്രസംഗം നടന്നത്. ഈ വർഷവും ഓർത്തിരിക്കണം. അദ്ദേഹം അമേരിക്കയിലെ ചിക്കാഗോയിൽ വെച്ച് നടത്തിയ എന്റെ സഹോദരി സഹോദരന്മാരെ എന്ന് തുടങ്ങുന്ന ആ പ്രസംഗം 1893. പ്രാർത്ഥന സമാജ സ്ഥാപകൻ ആരാണ്? ആത്മരാം പണ്ഡുരംഗാണ് പ്രാർത്ഥന സമാജം സ്ഥാപിച്ചത്. ആരാണ്? ആത്മരാം പണ്ഡുരംഗ്. ഏത് വർഷമാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്? 1867 അദ്ദേഹം പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. ഈ വർഷം ഓർത്തിരിക്കണം. പ്രാർത്ഥനാ സമാജം ആത്മരാം പണ്ഡുരംഗ് സ്ഥാപിച്ചു. AD 1867 പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. അടുത്തത്, ഹിതകാരിണി സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വീരേശലിംഗമാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. നമുക്കത് നോക്കാം. അദ്ദേഹത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആന്ധ്രയുടെ രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്ന ആരാണ്? വീരേശലിംഗം പന്തുലുവാണ്. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്, 1892 അദ്ദേഹം മദ്രാസ് ഹിന്ദു അസോസിയേഷൻ തുടങ്ങിയുണ്ടായി. ഇത് PSC ചോദിച്ചിട്ടുണ്ട്. 1892 മദ്രാസ് ഹിന്ദു അസോസിയേഷൻ തുടങ്ങിയത് ആരെന്നുള്ളത് സാധാരണഗതിയിൽ നമ്മളത് ചിന്തിക്കില്ല. മദ്രാസ് എന്ന് കേൾക്കുമ്പോൾ വീരേശലിംഗ പന്തുലു എന്ന പേര് വരാൻ സാധ്യത കുറവാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അന്നത്തെ ആ സമയത്ത് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗം തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ തെലങ്കാനയും ആന്ധ്രാപ്രദേശും ഒക്കെ ഉൾപ്പെടുന്ന ഭാഗം. അപ്പം വീരേശലിംഗം പന്തുലുവാണ് മദ്രാസ് ഹിന്ദു അസോസിയേഷൻ തുടങ്ങിയത് 1892. അതുപോലെ വിവേകവർദ്ധിനി എന്നൊരു മാസിക അദ്ദേഹം ആരംഭിക്കുന്നുണ്ട് 1874. അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു മാസിക ആരംഭിക്കുന്നുണ്ട്, സതിഹിത ബോധിക. എന്താണ്? സ്ത്രീകൾക്ക് വേണ്ടിയുള്ള മാസികയാണ് സതിഹിത ബോധിക. അപ്പോൾ ആന്ധ്രയുടെ രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്ന ആരാണ്? വീരേശലിംഗ പന്തുലു. 1892 മദ്രാസ് ഹിന്ദു അസോസിയേഷൻ സ്ഥാപിക്കുന്നുണ്ട്. വിവേകവർദ്ധിനി മാസിക ആരംഭിച്ചത് 1874. സ്ത്രീകൾക്ക് വേണ്ടി ആരംഭിച്ച മാസികയാണ് സതിഹിത ബോധിക. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് 14ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഹു ഫൗണ്ട് സത്യശോധക് സമാജ്? ആരാണ്? ജ്യോതിബ ഫൂലെയാണ് സത്യശോധക് സമാജ് സ്ഥാപിച്ചത്. ജ്യോതിക ഫൂലെ. ഇദ്ദേഹത്തിന്റെ വൈഫും വളരെ ഫേമസ് ആണ്, സാവിത്രിബായി ഫൂലെ. അദ്ദേഹം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച ആളാണ് സാവിത്രിബായി ഫൂലെ. അപ്പൊ സത്യശോധക് സമാജ് സ്ഥാപിച്ച ജ്യോതിക ഫൂലെയുടെ സത്യശോധക് സമാജ് എന്തിനു വേണ്ടിയുള്ളായിരുന്നു? ഐഡോലാട്രി എതിർക്കുക, അതുപോലെ ഡിപ്രസ്ഡ് ക്ലാസിന് വേണ്ടി പ്രവർത്തിക്കുക, സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു ഈ സത്യശോധക് സമാജിലൂടെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം ഒരു മഹാരാഷ്ട്രക്കാരനാണെന്ന് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 15ാമത്തെ ചോദ്യം, ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്? ആരാണ്? പെരിയോർ എന്നറിയപ്പെടുന്ന EV രാമസ്വാമി നായിക്കരാണ്. ഓക്കെ, പെരിയോർ എന്നറിയപ്പെടുന്ന EV രാമസ്വാമി നായിക്കരാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് തുടങ്ങിയത്. തമിഴ്നാട്ടുകാരാണ് അദ്ദേഹം. 16ാമത്തെ ചോദ്യം, ഹു സ്റ്റാർട്ടഡ് വുമൺസ് ഇന്ത്യൻ അസോസിയേഷൻ? ആരാണ് വുമൺസ് ഇന്ത്യൻ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്ത്? ആനി ബസന്റ് ആണ്. ആനി ബസന്റിനെ പറ്റി പറയുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആനി ബസന്റ് ഒരു ഇന്ത്യക്കാരിയല്ല, ഐറിഷ് വുമൺ ആണ്. 1893 അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഏത് വർഷം? 1893. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ വിവേകാനന്ദൻ ചിക്കാഗോ പ്രസംഗം നടത്തിയ അതേ വർഷം തന്നെയാണ് ആനി ബസന്റ് ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നത്, 1893. അതുപോലെ ആനി ബസന്റിനെ സംബന്ധിച്ചുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ്, അദ്ദേഹമാണ് INC-യുടെ ആദ്യ വനിതാ പ്രസിഡന്റ്. 1917 കൊൽക്കത്ത സെഷനിലാണ് അദ്ദേഹം INC-യുടെ വനിതാ പ്രസിഡന്റ് ആയത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞിരുന്നു.
കാണാത്തവർ ഇക്കാര്യം ഓർത്തിരിക്കുക. INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റാണ് ആനി ബെസന്റ്. 1917 അതുപോലെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറഞ്ഞാൽ ഹോം റൂൾ പ്രസ്ഥാനമാണ്. അതായത് സ്വയംഭരണം. നമ്മുടെ രാജ്യത്തിന് ഒരു സ്വയംഭരണം വേണം. ആ സ്വയംഭരണ പ്രസ്ഥാനം അയർലൻഡിലെ ഹോം റൂളിന്റെ മാതൃകയിൽ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ആനി ബെസന്റ് ആണ്. മദ്രാസിലെ അടയാർ കേന്ദ്രീകരിച്ചാണ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. എവിടെയാണ്? മദ്രാസിലെ അടയാർ കേന്ദ്രീകരിച്ച്. ഇനി ആനി ബെസന്റ് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള വാചകമുണ്ട്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, അത് ഇന്ത്യയുടെ അവകാശമാണെന്നാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്, ആരാണ് ഇത് പറഞ്ഞത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണെന്ന്. അത് ആനി ബെസന്റ് ആണ്. ആനി ബെസന്റും തിലകും ചേർന്നാണ് ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ആദ്യം ആരംഭിച്ചത് ആനി ബെസന്റ് ആണ്, പിന്നീടാണ് തിലക് ഇതിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഹോം റൂൾ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ഉണ്ട്. അതായത് ആരാണ് ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ആദ്യ വൈസ് പ്രസിഡന്റ്? അത് CP രാമസ്വാമി അയ്യരാണ്. CP രാമസ്വാമി അയ്യർ. നമ്മൾ ഒരിക്കലും ഈ ഒരു പേര് പ്രതീക്ഷിക്കില്ല, കാരണം ഏറെ കുപ്രസിദ്ധി ആർജിച്ച ഒരു ദിവാനായിരുന്നു, തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു CP രാമസ്വാമി അയ്യർ. അദ്ദേഹമായിരുന്നു ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റ്. അപ്പോൾ അതും നമ്മൾ മാറിപ്പോകാൻ സാധ്യതകളുണ്ട്, പ്രത്യേകം നോട്ട് ചെയ്യണം CP രാമസ്വാമി അയ്യർ എന്നുള്ള പേര്. അതുപോലെ ഗാന്ധിജി ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായ വർഷം ചോദിക്കുന്നുണ്ട്. 1920 ഗാന്ധിജി ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആയത്. ഏത് വർഷമാണ് ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആയത്? 1920. ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, ആനി ബെസന്റ് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന വർഷം 1893. അദ്ദേഹം ഒരു ഐറിഷ് വുമൺ ആണ്. 1917 കൊൽക്കത്ത സെഷനിൽ അദ്ദേഹം ANC പ്രസിഡന്റ് ആവുന്നുണ്ട്. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുന്നത് അടയാർ ബേസ്ഡ് ആയിട്ടാണ്, മദ്രാസിനടുത്തുള്ള അടയാറിൽ. അതിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നത് CP രാമസ്വാമി അയ്യരാണ്. ഗാന്ധിജി ഹോം റൂൾ പ്രസ്ഥാനത്തിന് പ്രസിഡന്റ് ആയത് 1920. ഇത്രയും പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കാം. അതുപോലെ നമ്മുടെ ഈ ചോദ്യം, ഹൂ സ്റ്റാർട്ടഡ് വുമൻസ് ഇന്ത്യൻ അസോസിയേഷൻ ഇൻ 1917? ആനി ബെസന്റ്. ഓക്കെ, മിസസ് ആനി ബെസന്റ് ഡാഷ് വഴി ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു. ഏതാണ്? ഹോം റൂൾ മൂവ്മെന്റ് അല്ലേ? ഇപ്പൊ ഈ പറഞ്ഞത് അതിനെ പറ്റിയല്ലേ? അപ്പോൾ ഹോം റൂൾ മൂവ്മെന്റ് വഴിയാണ് ആനി ബെസന്റ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചത്. അടുത്ത ചോദ്യം, ഹൂ റോട്ട് ദ ബുക്ക് എ നേഷൻ ഇൻ മേക്കിംഗ്? ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയാണ് എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന ബുക്ക് എഴുതിയത്. സുരേന്ദ്രനാഥ് ബാനർജി. ചോദ്യത്തിലേക്ക് കിടക്കാം. ഹൂ ഫൗണ്ടഡ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ? ആരാണ്? ദാദാബായ് നവറോജിയാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത്. അപ്പോൾ ഇന്ത്യയുടെ വന്യവയോധികൻ എന്നറിയപ്പെടുന്ന ആളാണ് ദാദാബായ് നവറോജി. അതുകൂടാതെ രാഷ്ട്രഗുരു, ബംഗാളിന്റെ വന്യവയോധികൻ, ഇന്ത്യൻ ദേശീയയുടെ പിതാവ്, ഈ 3 വിശേഷണങ്ങളും ദാദാബായ് നവറോജിക്കുണ്ട്. എന്തൊക്കെയാണ്? ഇന്ത്യയുടെ വന്യവയോധികനാണ് ദാദാബായ് നവറോജി, അതുപോലെ രാഷ്ട്രഗുരു, ബംഗാളിന്റെ വന്യവയോധികൻ, ഇന്ത്യൻ ദേശീയയുടെ പിതാവ്. പിന്നെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ദാദാബായ് നവറോജി പ്രസിഡന്റായ INC സമ്മേളനങ്ങൾ ഏതൊക്കെയായിരുന്നു? 1886, 1893, 1906. ഈ 3 INC സെഷനുകളിൽ പ്രസിഡന്റ് ആയിരുന്നത് ആരാണ്? ദാദാബായ് നവറോജിയാണ്. ഏതൊക്കെ? 3 INC സമ്മേളനങ്ങളിൽ ദാദാബായ് നവറോജി പ്രസിഡന്റ് ആയിരുന്നു. 1886, 1893, 1906. അതിൽ ഈ 1886 സമ്മേളനം നടന്നത് കൊൽക്കത്തയിലാണ്. അതും ഓർത്തിരിക്കുക. രണ്ടാമത്തെ INC സമ്മേളനമാണ്, അത് കൊൽക്കത്തയിൽ വെച്ചാണ് നടന്നത്. ഓക്കെ, അപ്പം ഹൂ ഫൗണ്ടഡ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ? ദാദാബായ് നവറോജി. അത് ഏത് വർഷമാണെന്ന് ചോദിക്കാറുണ്ട്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഫൗണ്ട് ചെയ്ത് 1866. 1866 അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഫൗണ്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹമാണ് ഇന്ത്യയുടെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നത്, രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്നത്, ബംഗാളിന്റെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നത്, ഇന്ത്യയുടെ ദേശീയ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം 3 INC സമ്മേളനങ്ങളുടെ പ്രസിഡന്റ് ആയിരുന്നു. 1886 കൊൽക്കത്ത, 1893, 1906. ഓക്കെ, ഇപ്പോൾ മറന്നുപോകരുത്. നമുക്ക് ഈ ഒരു സ്ലൈഡ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇത് സ്ഥിരമായി ചോദിക്കുന്നതാണ്, ഈ ഏരിയയും ചോദിക്കാറുണ്ട്. അതിൽ തന്നെ ആദ്യകാല രാഷ്ട്രീയ സംഘടനകളാണ്. ആദ്യത്തെ രാഷ്ട്രീയ സംഘടന പഠിച്ചിരിക്കണം, ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി. 1838 സ്ഥാപിതമായത്. ദ്വാരക്നാഥ് ടാഗോർ കൊൽക്കത്തയിൽ വെച്ചാണ് സ്ഥാപിച്ചത്. ഏതാണ്? ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി 1838, ദ്വാരക്നാഥ് ടാഗോർ കൊൽക്കത്ത. അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി വില്യം ആദം ലണ്ടനിൽ വെച്ചാണ്. പിന്നെ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ ഗസലു ലക്ഷ്മിയും സരസു ചെട്ടിയും മദ്രാസിൽ വെച്ച്. അത് നമുക്ക് ഓർക്കാൻ എളുപ്പമുണ്ടല്ലോ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ അല്ലേ, ഈ പേര് മാത്രം ഓർത്തിരുന്നാൽ മതി. ഗസലു ലക്ഷ്മിയും സരസു ചെട്ടിയും. ബോംബെ അസോസിയേഷൻ ദാദാബായ് നവറോജി ഫർദൂൻജിയും ബോംബെയിൽ വെച്ച്. നമ്മളിപ്പോ പറഞ്ഞ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866 ദാദാബായ് നവറോജി ലണ്ടനിൽ വെച്ച്. ഇന്ത്യൻ സൊസൈറ്റി ആനന്ദ മോഹൻ ബോസ് ലണ്ടനിൽ വെച്ച്. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൊൽക്കത്ത
കൊൽക്കത്തയിൽ അറിയപ്പെടുന്നതിന് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൊൽക്കത്ത എന്നാണ്. അത് സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദമോഹൻ ബോസും ചേർന്നാണ് സ്ഥാപിച്ചത് 1876. ഈ വർഷം പഠിച്ചിരിക്കണം. പിന്നെ ഇന്ത്യൻ നാഷണൽ സൊസൈറ്റി 1883 ശിശിർ ചന്ദ്ര ഘോഷ് കൊൽക്കത്ത. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ 1885 ഫിറോസ് ഷാ മേത്ത, ബദ്രുദ്ദീൻ തിയാബ്ജി, KT തിലാങ് ബോംബെ. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കൊൽക്കത്ത 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 3 സ്ഥലങ്ങളിൽ കൊൽക്കത്ത വരുന്നുണ്ട്. അതായത് ഞാൻ ആദ്യ ചോദ്യത്തിൽ പറഞ്ഞല്ലോ, ഇന്ത്യൻ ദേശീയതയുടെ കളിത്തോട്ടിൽ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? അത് കൊൽക്കത്തയാണെന്ന് പറയാൻ കാരണം ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് രാഷ്ട്രീയ സംഘടനകളും ഒരുപാട് ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസും ഇന്ത്യൻ ദേശീയതയ്ക്ക് പ്രദാനം ചെയ്തത് കൊൽക്കത്തയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ദേശീയയുടെ കളിത്തോട്ടിൽ എന്ന കൊൽക്കത്ത അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യകാല രാഷ്ട്രീയ സംഘടനകളിൽ ആദ്യത്തെ രാഷ്ട്രീയ സംഘടന ഏതാണ്? ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റിയാണ്. 1838 ദ്വാരകനാഥ് ടാഗോർ ആണ് അത് സ്ഥാപിച്ചത്. പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി വന്നു. വില്യം ആദം ലണ്ടനിൽ. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ ഗസുലി ലക്ഷ്മിയും സരസ്വതി ചെട്ടിയും. ബോംബെ അസോസിയേഷൻ അത് ബോംബെയിൽ ദാദാഭായ് നവറോജി ഫർദൂൻജിയും. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാദാഭായ് നവറോജി. ഇന്ത്യൻ സൊസൈറ്റി ആനന്ദമോഹൻ ബോസ്. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൊൽക്കത്ത സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദമോഹൻ ബോസും. ഇന്ത്യൻ നാഷണൽ സൊസൈറ്റി ശിശിർ ചന്ദ്ര ബോസ്. ഇന്ത്യൻ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ഫിറോസ് ഷാ മേത്ത, ബദ്രുദ്ദീൻ തിയാബ്ജി, KT തിലാങ് ബോംബെ. ഇത് നിർബന്ധമായും ബൈഹാർട്ട് ചെയ്യണം. 20ാമത് ചോദ്യം, ഗാന്ധിജി ആരംഭിച്ച പത്രത്തിന്റെ പേര് എന്താണ്? യങ് ഇന്ത്യയാണ്. യങ് ഇന്ത്യയാണ് ഗാന്ധിജി ആരംഭിച്ച പത്രത്തിന്റെ പേര്. ബംഗാളിലെ നീലം കർഷകരുടെ യാതനയെ പറ്റി പ്രതിപാദിക്കുന്ന നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചതാര്? ദീനബന്ധു മിത്ര. ഓപ്ഷൻ എ ദീനബന്ധു മിത്രയാണ്. 1859-60 കാലഘട്ടങ്ങളിലാണ് ഈ ബംഗാളിൽ നീലം കർഷകർക്കുള്ള ദുരിതങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം ദീനബന്ധു മിത്രയാണ് നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും അടുത്ത ദിവസങ്ങളിൽ ഇതുപോലെ ക്ലാസ്സിലുണ്ടാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം PSCയുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 90% ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ അതിന്റെ അനുബന്ധ വിവരങ്ങൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും കവർ ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 100% എന്ന രീതിയിൽ തന്നെ കവർ ചെയ്ത് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് ഫോർ more videos. PSC Master Blaster, let's blast it. Thank you.